നൈകവാഴ്വകൾ നൽകിയിടണമേ സബദൻ തലയർക്കും. നൈകവാഴ്വകൾ നൽകിയിടണമേ സബദൻ തലയർക്കും. ഉയരട്ടെ ഉയരട്ടെ ആമോദത്തിൻ മാറ്റൊലികൾ കത്തിജ്വലിച്ചു അടരട്ടെ വിശ്വാസത്തിൻ ഈ ജ്വാല. ഉയരട്ടെ ഉയരട്ടെ ആമോദത്തിൻ മാറ്റൊലികൾ ോഹായ നിയോഗിതരായോ Now His Eminence Marathanesius Givergis, Metropolitan of Manjirikadera, will welcome the gathering. Barakmore. Your Holiness, Moran Ignatius Prime the First, Patriarch of Antioch and all the East, Supreme Head of the Universal Syrian Orthodox Church. ഇന്ത്യയിലെ യാക്കോബായ സിറിയാനി സഭയുടെ പ്രാദേശിക തലവനായ മലങ്കരയുടെ യാക്കോബാനോ അബൂൻമോ സെസേലിയോസ് തോമസ് തിരുമേനി, കേരളയുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർകളെ, Your Eminences, my metropolitans, especially His Eminence Gregorio Saliba of Mosul and Patriarchal Advisor, His Eminence Timotheos Altas of Gabriel Monastery, Turkey, Dioscoros Benyamin Attas, or Eusenos Apollos from Lebanon, Timotheos Al-Khoury, and all my brother metropolitans, Anthony Member of Parliament, K. Shivadasa MLA, Commander T.O. MLA, ഇതിലെ ഉപവിഷ്ടരായിരിക്കുന്ന വിശ്വാസികളെ, സ്നേഹം നിറഞ്ഞ ദൈവജനമേ, ഈ ദിവസം ധാരാളം ചരിത്രത്തിൽ തങ്ങൾ എഴുതപ്പെടേണ്ട ഒരു ദിവസമാണ്. പരിശുദ്ധനായ സ്വീകരിക്കാതിരുന്നതിനാൽ നടക്കാതെ പോയി. മലങ്കര മനസ്സുകൊണ്ടും അവരുടെ കാലയളവുകൾ ആത്മാർത്ഥമായ പരിശ്രമം നടത്തി.
സഭാമക്കള് അവരുടെ പാരമ്പര്യമനുസരിച്ച് ആ പരിശുദ്ധപിതാക്കന്മാരുടെ ആജ്ഞകളനുസരിച്ച് വർത്തിക്കുകയുണ്ടായി. എങ്കിലും ഭാഗത്തു നിന്നും സഹകരണം ആവശ്യമാണല്ലോ. യക്കബായ സഭ സഹകരിക്കാനായിരുന്നു, മറുപക്ഷം സഹകരിക്കാതെ അത് നടക്കാതെ പോയ സമാധാനം. എന്നാൽ അതേ പരിശുദ്ധപിതാക്കന്മാരുടെ അതേ പാരമ്പര്യതയാണ് ഇന്ന് ഈ മലങ്കരമണ്ണിലേക്ക് എഴുന്നള്ളിയിരിക്കുന്നത്. പരിശുദ്ധപിതാവിന്റെ ആത്മാർത്ഥമായ ആഹ്വാനത്തെ, സമാധാനമുള്ള ആഹ്വാനത്തെ ആത്മാർത്ഥമായി കൊള്ളണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. പരിശുദ്ധപിതാവിന്റെ ആഗ്രഹം നടക്കുവാനിടയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ വൈകിപ്പോയി. Your Holiness, on behalf of His Beatitude, the Catholicos, by beloved Brother Metropolitans, and behalf of all the clergy, and on behalf of all the faithful assembled here, may I now, and also on behalf of all members of their committee, may I now extend a hearty welcome to Your Holiness Barakmore. Now, Commander C.U. Kiruvalla, Arito, and the Secretary of the Zara, and also member of the Legislative Assembly, will now present a bouquet to His Holiness, and also present a gift as a token of His love and gratitude. നാൾ മുതൽ പരിശുദ്ധ പോലെ അന്ന് പ്രാപിച്ചു. ആ രണ്ട് പ്രവർത്തനങ്ങളാൽ പുനരുജ്ജീവിക്കുകയും ഇന്ന് സ്വന്തമായ അനവധിയായുള്ള ശുശ്രൂഷകന്മാരായ നിർമ്മിക്കുന്നു. ദൈവകാരുണ്യത്തിന് നമുക്ക് കാലം ചെയ്ത മലങ്കരനെ പേരിലും സ്വാഗതം സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഭാകാര്യങ്ങളിൽ ആത്മാർത്ഥമായ സഹകരണം നൽകുന്ന കേരള സ്ഥാനത്തിന് ഇത്രയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർകൾ പരിശുദ്ധ ബാവ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഒറ്റ വാക്കിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ശ്രീ ആന്റണി എം പി അവരുടെ വേണ്ട സഹായങ്ങൾ വരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ
MLA ദേഹം വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്നു. നന്ദിയോടെ ഓർക്കുന്നു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി കൂടിയായ സ്വാഗതം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷമിക്കണം. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബാരക് മോർ. Now His Holiness Mauritius Ephraim II പത്രികസ് ബാബ തിരുമനസ്സിലെ അനുമതിയോടും അഭ്യർത്ഥിക്കുന്നു. His Holiness more and more Ignatius Ephraim II, Patriarch of Antiochia and all the East, the Supreme Head of the Universal Syrian Orthodox Church. His attitude, Abunma Basilios Thomas I, Catholicos and Metropolitan Trustee of the Jacobite Syrian Christian Church in India. അഭിവന്ദ്യരായ തിരുമേനിമാരെ, ജനനേതാ ഈ സ്റ്റേജിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെയൊക്കെ മുഖം ഞാനൊന്ന് നോക്കി. സ്വിച്ച് ഇട്ടാൽ വിളക്ക് കത്തുന്നത് പോലെയുള്ള ആ പ്രകാശമാണ് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്തെനിക്ക് കാണാൻ സാധിച്ചത്. നിങ്ങളെല്ലാം പരിശുദ്ധ ബാബാ തിരുമേനിയുടെ അനുഗ്രഹ പ്രഭാഷണം കേൾക്കാനാണ് നിങ്ങളെല്ലാം ബുദ്ധിമുട്ട് സഹിച്ചിവിടെ വന്നിരിക്കുന്നത് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു പ്രസംഗത്തിന് ഈ അവസരം മുതിരുന്നില്ല. പരിശുദ്ധ പാത്രിക്കീസ് ബാബാ തിരുമേനിയുടെ ഈ സന്ദർശനം സഭയും സമൂഹവും ആകെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കുന്നത്. ബാബാ തിരുമേനിയുടെ സ്നേഹവും ഈ നാടിനോടുള്ള ആ താല്പര്യവും എല്ലാം ബാബാ തിരുമേനിയുടെ പ്രസംഗങ്ങളിലും നടപടികളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ദീർഘമായ സമയമെടുക്കുന്നില്ല. ഈ പരിപാവനമായ അവസരത്തിൽ പരിശുദ്ധ പാത്രിക്കീസ് ബാബാ തിരുമേനിയോടൊപ്പം ഈ സ്റ്റേജ് പങ്കിടാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം പരിശുദ്ധ ബാബാ തിരുമേനിയുടെയും കാതോലിക്ക ബാബാ തിരുമേനിയുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.
Achemare, distinguished guests that I don't know in Malayalam. Divasele Petamale. I am indeed privileged and honored to be here tonight. To be here tonight in the place of the saints. To be next to the tomb of one of our recent saints, none other than my predecessor, Ignatius III, who loves this land and wished to remain in this land and remained in this land. വിശുദ്ധന്മാരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധപിതാവായ ഇഗ്നാത്യോസ് ബാവായുടെ പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ പുണ്യസ്ഥലത്ത് ഈ സായാഹ്നത്തിൽ സാധിക്കുന്നതോർത്ത് സർവശക്തനായ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുകയാണ്. Like every patriarch of Antioch came to Kerala, Ignatius III came on a mission. His mission was very clear. It was one of peace, calling for harmony and calling for unity. He came to unite the divided church back then, and he stayed almost a year, little bit more than a year, trying to make peace. Therefore, he was truly called the messenger of peace and the angel of peace. എല്ലാ പരിശുദ്ധ പാത്രിമാരെ പോലെയും പരിശുദ്ധമായ ദൗത്യമായിട്ടായിരുന്നു ആ പരിശുദ്ധാവ് ഈ മലങ്കരമണ്ണിലേക്ക് എഴുന്നള്ളി വന്നത്. Now some people may say right that he took refuge here, that he was a refugee, there is no other place to go, therefore he came to India. And you know that's not true, of course. He came because he loved you. He loved your great-grandfathers, grandmothers. He loved the church and came to unite the church. മലങ്കരയിലേക്ക് വന്നത് മലങ്കരയോട് ചേർക്കുവാൻ നിങ്ങളോടുള്ള നിമിത്തം മലങ്കരയിലെ സഭയോട് ചേർക്കുവാനാണ് ആ പരിശുദ്ധപിതാവ് ഇവിടേക്ക് എഴുന്നള്ളി വന്നത്. Now there is some truth in the story that his citizenship was withdrawn from him. His Ottoman and Turkish citizenship was withdrawn because he refused to accept justice on his people. He refused to see his people oppressed. Therefore they took away his passport and removed his citizenship. But he was in Mosul. He was the holy of holies in Jerusalem. He could have stayed anywhere. Thousands of churches were under his disposal, but he decided to come here to Kerala at the invitation, of course, of our eminent bishops who were then here. They wanted him to come and to make peace. And also at the invitation of the British government. They begged him also to come and make peace. And he went through London. He got British travel document and he came to Kerala and he lived with you for 1 year. പരിശുദ്ധപിതാവിന്റെ പൗരത്വ രാജ്യം
നിഷേധിച്ചു എന്നതായ ഒരു യാഥാർത്ഥ്യം നിഷേധിക്കുന്നില്ല. അതിന്റെ കാരണം അവർ അനീതിയോടും മക്കളോടും ഒരിക്കലും താതാപ്പെടുവാൻ മനസ്സിലാക്കാതെ സത്യത്തിനും നീതിക്കും നിലകൊണ്ടതുകൊണ്ടാണ് പരിശുദ്ധ പിതാവിന്റെ ആ പൗരത്വം നിഷേധിച്ചതിന് ശേഷം മൂസലിലും യെരൂശലേമിലും പോയി പരിശുദ്ധാപിതാവ് താമസിച്ചു. കടന്നു വന്നത് അന്നത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ദേശത്തെ പുണ്യപിതാക്കന്മാരുടെ ക്ഷണപ്രകാരവും ബ്രിട്ടീഷ് വൈസ്രോയിയുടെ ക്ഷണപ്രകാരവുമാണ് പരിശുദ്ധ പിതാവ് മലങ്കരയിലെ മറ്റു മണ്ഡലങ്ങളിലേക്ക് കടന്നു വന്നതായ യാഥാർത്ഥ്യവും നാം മറക്കരുത്. He traveled throughout Kerala. He met lots of people. He negotiated peace and he almost succeeded. But then people who are not used to deal truthfully and honestly will always find a way to withdraw and negate and go back on their promise, and peace was not possible because they refused his efforts at the end. പരിശുദ്ധാപിതാവിന്റെ സന്ദർശനവേളയിൽ കേരളത്തിലും സഞ്ചരിച്ച് സമാധാനത്തിന്റെ എല്ലാ മാർഗങ്ങളും പരിശുദ്ധാപിതാവ് അന്വേഷിച്ചു. എന്നാൽ സത്യസന്ധമായല്ലാതെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തന ശൈലി കൊണ്ട് പരിശുദ്ധ പിതാവിന്റെ സമാധാനദായകമായ ശ്രമം അന്ന് വിജയം കാണാതെ പോവുകയായി എന്നുള്ളതാണ് സത്യം. As we all know, in the southern part of Kerala, our dioceses are small and our numbers are small. And the people, the faithful, always feel here that they are weak or abandoned. Therefore, when he got the invitation to come, he decided to come to this place, to this area, and to this little parish of Mor Stephanos here in Omalur with only few families. Only a few families. He came to visit them and to encourage them and to, as a prophet, to tell them that this place will become a greater place. He came here to strengthen the faith of the people. And when he got here, and he loved this place, and he said, I wish I can stay here forever. പരിശുദ്ധാപിതാവ് കേരളത്തിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതായ സഭയുടെ പ്രാതിനിധ്യം, പ്രത്യേകിച്ച് തെക്കൻ പ്രദേശങ്ങളിൽ നമ്മുടെ ആളുകൾ കുറവാണെന്ന യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രദേശങ്ങളിൽ യാക്കോബായ സഭയിലെ ദൈവമക്കൾ ഭൂരിഭാഗവും പ്രദേശങ്ങളിൽ നിന്ന് ഏതാനും കുടുംബങ്ങൾ മാത്രമായിലേക്ക് ഇവിടുത്തെ മക്കളോട് ഞാനുണ്ട്. നിങ്ങൾ ചെറിയ ഒരു മാത്രമേ ഉള്ളുവെങ്കിലും നിങ്ങളോട് ഞാൻ സന്ദേശത്തോടുകൂടെ നിങ്ങളോട് ആശ്വസിച്ച് ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി പരിശുദ്ധ പിതാവ് ഈ പുണ്യസ്ഥലത്തേക്ക് എഴുന്നള്ളിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. And as we all know, the next morning after Holy Qorobo, the saintly Father submitted his soul into his Creator's hands, and he slept in peace, and he remained here forever according to his wish. പരിശുദ്ധ പിതാവ് നമുക്കറിയാവുന്നതുപോലെ പിറ്റേ ദിവസം തന്നെ കുർബാനയ്ക്ക് ശേഷം സ്വർഗ്ഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോവുകയും മലങ്കരയിൽ ഈ പുണ്യസ്ഥലത്ത് ഇവിടെ കബറടങ്ങുകയും ചെയ്തു. Brother, dear children in Christ, the presence of Mor Ignatios Elias III Bawa in this place and his passing away in this place was God's own way to show you that he cares about you, that yes, your numbers may be small in this part of Kerala, but he is not abandoning you. Remember what the gospel tells us in the mouth of our Lord Jesus, do not be afraid, little flock. Do not be afraid, little flock. That is the message from the gospel, and that was the message of Mor Ignatios Elias III to the believers in this area. Do not be afraid, little flock. Yes, your numbers may be little, but your faith is great, and the Lord will protect you and will take care of you.
ദൈവവചനത്തിൽ നാം കാണുന്നത് പോലെ ഭയപ്പെടേണ്ട നമ്മുടെ കർത്താവ് ഇവിടേക്ക് വന്നത് ഇവിടെ പാർതായ സഭയുടെ മക്കൾക്ക് ശക്തിയും ധൈര്യവും വരുവാനും എന്റെ വാത്സല്യമക്കളെ നിങ്ങൾ ഇവിടെ Yes, this little place which was almost forgotten, now it's known all over the world. യാതൊരു ഭാഗ്യവുമില്ലാതിരുന്നതായ ഈ സ്ഥലം ലോകപ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമായിരിക്കുന്നു. അമേരിക്കയായി ലോക നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് തീർത്ഥാടകർ ഈ പുണ്യസ്ഥലത്ത് എത്തിച്ചേരുകയും ആ വിശ്വാസത്തെ അനുഗ്രഹങ്ങൾ നേടുകയും എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. The Holy Father did not become a saint at the declaration that was made in 1982, 50 years after his passing away. He lived a saintly life while he was here on earth among his flock. He led saintly life. Declaration of his sainthood was only a formality, but we all know, according to what we heard from people who lived with him, that he was a saintly person. I personally heard the stories about him that he never slept in a bed. He would always abandon the bed and sleep on the floor. And I know you know many stories about him from your fathers and grandfathers that they saw and heard about him. He was a saint, and he was declared officially a saint later by the church to be added അദ്ദേഹത്തിന്റെ ആഗ്രഹം ഫലപ്രാപിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്യുവാൻ എന്റെ എളിയ ശ്രമങ്ങൾ അതിനുവേണ്ടി ബലഹീനനായ നാം സമർപ്പിക്കുകയാണ്. As you can see, every patriarch that came after the division in the church tried to make peace. And every patriarch that will come after me also will try to make peace if peace is not established in the church. Because this is our duty as spiritual fathers of this people, of this multitude, of the faithful believers on both sides. It's our duty to bring harmony and peace among our beloved children. ശാന്തിക്കും ഈ ദേശത്തെ അനുഗ്രഹമായി ഇവിടെ നടന്നു വന്നു. അത് ഫലപ്രാപ്തിയിലെത്തിയ സാഹചര്യത്തിൽ നാമും ആ സമാധാന ദൗത്യവുമായി കടന്നു വന്നു. ഇനി കാലത്ത് സംഭവിക്കുന്നില്ലെങ്കിൽ വരുവാനും സമാധാനവും ശാന്തിയും ഈ മലങ്കരയിൽ ഉണ്ടാകുവാൻ വേണ്ടി അവർ ശ്രമിക്കും. കാരണം സമാധാനവും ശാന്തിയും ഈ ദേശത്തെ മക്കൾക്ക് സ്വസ്ഥതയോടും അവർ സമാധാനത്തോടും ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായതുള്ളത് ഒരു ദൗത്യമായി നാം കാണുകയാണ്. The goal of establishing peace is the same 83 years ago and now. However, the ways to establish peace and the arrangements and the settlement may be different. Mor Elias Lithoyo wanted to make unity, to make the church one again, and that was a noble thing, a noble cause he worked for, and he couldn't. I also would like to see the church one, but I know today things are different, conditions are different. The goal of establishing peace is the same 83 years ago and now. However, the ways to establish peace and the arrangements and the settlement may be different. Mor Elias Lithoyo wanted to make unity, to make the church one again, and that was a noble thing, a noble cause he worked for, and he couldn't. I also would like to see the church one, but I know today things are different. Conditions are different. The two churches have grown apart so much that it's very difficult to bring them together to make them one church. Therefore, we will try our best to create peace and harmony among the two branches of the church, rather than
push the two sides to become one, because we know it will be impossible, almost impossible to bring them and make them one. Therefore, we will opt for settlement that gives peace of mind to everybody, that preserves the dignity of everybody, that brings harmony among the people of God. സാഹചര്യത്തിൽ അത് സാധ്യമായ ഒരു സംഗതിയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്ന് സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്നത് വിഭാഗങ്ങളും അവർക്ക് രണ്ട് സഭകളായി നിലനിൽക്കുവാനായ എല്ലാ സംവിധാനങ്ങളും ഉള്ളപ്പോൾ എല്ലാ കേസുകളും അവസാനിപ്പിച്ച് ഇവിടുത്തെ വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് ശാന്തിയും സമാധാനവും പരസ്പരത്തോടുകൂടെ രണ്ട് സഹോദരികളായി ഈ കേസുകളെല്ലാം മുന്നോട്ട് പോകുന്ന ഒരു സമാധാനമാണ് ഞാൻ അർത്ഥമാക്കുന്നതോടുകൂടെ ഈ സാഹചര്യത്തിൽ അതാണ് ഏറ്റവും പ്രായോഗികമായിരിക്കുന്നതോടുകൂടെ ഈ സന്ദർഭം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. And our stand and our vision is not new. We are not creating it today. I'm not coming up with a new thing. This is what the church stood for and declared in 2004 at the Voluntary Association with the presence and the presidency of the late Patriarch His Holiness Mor Ignatius Zakka I and the presence and the blessing of beloved Catholicos Baba Mor Basilius Thomas I. Back then in 2004 the church declared that we are ready to settle, to recognize each other and to respect each other based on achieving full peace and dropping all the court cases and establishing mutual brotherly relationships. ഈ സമാധാനം ഞാൻ ഇപ്പോൾ പറഞ്ഞതായ കാര്യം ഞാൻ വന്ന ഒരു ആശയമാണെന്ന് ആരും ചിന്തിക്കണ്ട. 2004 അസോസിയേഷനിൽ ശ്രേഷ്ഠ ബാബാജിയുടെയും ഇവിടുത്തെ ഇവിടുത്തെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രഖ്യാപനമാണ് മലങ്കരയിലെ രണ്ട് കലഹിച്ച വിഭാഗങ്ങളും കലഹങ്ങളും കേസുകളും എല്ലാം അവസാനിപ്പിച്ച് രണ്ട് സഹോദരങ്ങളായി നമുക്ക് സഹകരിച്ച് സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകാമെന്ന് മുളന്തുരുത്തി 2004 നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക സഭയുടെ മുഴുവൻ സാന്നിധ്യത്തിൽ അധ്യക്ഷതയിലെടുത്ത തീരുമാനമാണ്. ഇത് പുതിയ ആശയമല്ല എന്നുള്ളത് ഈ സന്ദർഭത്തിൽ വാത്സല്യമക്കളെ അറിയിക്കട്ടെ. I'm only renewing the efforts because I know that all of us are tired of this fighting, are tired of going to court to defend our rights to exist and to practice our faith. We are tired of seeing our people humiliated in the cemeteries, while that is the most sacred time for families to be together and to respect their dead ones. We are tired of this situation. People on both sides are tired. We want to create a new atmosphere, a new kind of relationship. We know we cannot go back to 100 years ago. We cannot go back whether claim to be on the right side or the Orthodox claim to be on the right side. Doesn't matter anymore. Doesn't matter. We are today's children. We have to look forward for the future generation, instead of instilling in them hate and disrespect. We tell them to love each other, to love everybody, even our enemies, and to work for peace. Peace that gives dignity to everyone and protects the right of everyone. ഈ സമാധാന ശ്രമങ്ങൾക്ക് അത് തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. വാത്സല്യമക്കളെ, നമ്മളെല്ലാവരും കേസ് നടത്തി നമ്മൾ തളർന്നിരിക്കുകയാണ്. നമ്മുടെ ജനം നഷ്ടപ്പെടുകയാണ്.
ഇവിടെ നിൽക്കുന്ന എന്റെ വാത്സല്യമായ മർദ്ദനമേറ്റ് ഈ സഭയിൽ തളർന്നു വീഴുകയാണ്. ഇങ്ങനെ അനേക ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അതെല്ലാം അവസാനിച്ച് നമ്മുടെ പൂർണ്ണമായ നമ്മുടെ ഡിഗ്നിറ്റി കാത്തുസൂക്ഷിക്കപ്പെട്ട് നമ്മുടെ വിശ്വാസത്തിന് യാതൊരു പോറലുമേൽക്കാതെ അത് സംരക്ഷിക്കപ്പെട്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് പൂർവ്വികന്മാരെടുത്ത ആ നടപടികൾ ഈ സഭയിലെ ഭാരതസഭയുമായി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്റെ നിയോഗമായി ഞാൻ കണക്കാക്കുകയുമാണ്. Before coming here to Manikara this afternoon, we were in Maraman at the Maraman Convention, and there we were received by the hierarchy and the faithful of the Mar Thoma Church in their thousands who lined up and received us with joy and with happiness and with respect. And in his speech, the Mar Thoma Metropolitan, His Excellency Joseph Mar Thoma, made it very clear that they look up to Antioch as their mother church. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുൻപ് മാരാമണ്ഡലങ്ങളിൽ പ്രസംഗിക്കുവാനായി പോയി. ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞ ആ സ്ഥലത്ത് അധ്യക്ഷൻ മാർ തോമാ മെത്രാപ്പോലീത്ത അന്ത്യോക്യ സിംഹാസനത്തിന്റെ ഭാഗമായിരുന്നു. മാർ തോമാ സഭയുടെ അഭിമാനത്തോടുകൂടെ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. These are the same people we fought with, and they fought with us. We went to court and they went to court. There were court cases, and there was fighting and spending of precious resources on court cases. Look where we are today. We visit each other. There is a commission established between the two churches to discuss relationships, and there is very cordial and friendly relationships. This is an example for us. നമുക്കറിയാം സഭയുമായുള്ളതായ കേസുകൾ മാത്രം കേസുകൾ നടത്തി ഇന്ന് അതെല്ലാം അവസാനിച്ച് സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും പുതിയ മേഖലകളിലേക്ക് സഭയുമായി നാം അടുത്തു വരികയാണ്. I love to see peace here because I love you. I love you, and I want you to be comfortable in your faith, practicing your faith. സഭയിൽ സമാധാനം ആഗ്രഹിക്കുന്ന മറ്റാർക്കും വേണ്ടിയിട്ടല്ല, മലങ്കര സഭയിലെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമാധാനത്തോടും ശാന്തിയോടും ഇവിടെ ജീവിക്കാൻ വേണ്ടി അത് മാത്രമാണ് ആഗ്രഹം. Now we may not succeed in this. I'm not saying we are going to will be able to, but I have great hope in God because I know God is on the side of peacemaking. He told us, blessed are the peacemakers. I know that we are on the right side, on the right path of making peace. Now, if there is response and cooperation, then we will sit down and discuss. If there isn't, then we will at least have tried to do something to change the reality. I know some of you read today's newspapers and they saw some responses, not very positive, but we will not give up. We know there are peace-loving people on both sides, and we know that will take time to make peace. However, I'm also very much in favor of trying peace because I would love to see this beloved who spent his life defending the church and the faith of Antioch and being subject of humiliation and physical harm. I want to see him comfortable and happy at this late stage of his life. I wish him long life, of course, but I want to see him happy and to see his children happy and his children do not suffer anymore. സമാധാന ശ്രമങ്ങളെ നമ്മുടെ ഭാഗം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമെന്നാൽ അത് പ്രാപ്തിയിലെത്തിക്കുവാൻ സഹകരിക്കുമോ എന്ന് നിശ്ചയമില്ല. ഇത് പറയുമ്പോൾ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന കാവൽക്കാരനായിരുന്ന
അന്ത്യോക്യാസിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച് എത്ര കേസുകളിൽ ഇന്ന് എത്ര കേസുകളിൽ അദ്ദേഹത്തെ കുടുക്കി അദ്ദേഹത്തിനായിരിക്കുന്ന മനോവേദനയിലായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ വാർദ്ധക്യത്തിൽ സമാധാനത്തോടുകൂടെ ഈ സഭയുടെ മക്കളെ മുന്നോട്ട് നയിക്കുവാൻ ഒരു സാഹചര്യം ശ്രേഷ്ഠപിതാവിന്റെ ആ ഉദ്യമങ്ങൾ പരിശുദ്ധ ഉദ്യമങ്ങൾ സമാധാനത്തോടുകൂടി ആയിരിക്കുവാൻ അതിനുള്ളതായ ഞാൻ കാണുകയാണ്. Shrestha Katholika Baba shed lot of tears in his life. Yes, he shed lot of tears because of suffering, not his suffering, but the suffering of his people, our people. I want to see him also shedding some tears of joy when he see our people, his people, comfortable and in peace. എന്നാൽ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിന്റെ ഈ സന്ദർഭത്തിൽ അദ്ദേഹം സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. I am speechless when I see you with all these emotions and this love and joy. I wish I could touch every one of you, bless every one of you. Now don't misunderstand me, the security people are doing a great job, but a few moments ago the committee presented me with a set of icons and cross, and they look like gold. I know they are not gold, they should not be gold anyway, and maybe they're gold plated. But I want to tell you, just like this, it's gold plated, it's not gold. I want to tell you something that gold is nothing. Gold doesn't matter. Our love to you goes beyond gold and silver. We love more than the gold of the world. You are the treasure of the church. You are the treasure of the church, not the gold, the silver. When we have you, when your heart is in the right place, then gold and silver and other things will all be provided. Jesus the Lord tells us, seek the kingdom of God and righteousness first, and everything else will be given to you. We love you a lot, more than the whole gold of the world. എന്റെ വാത്സല്യവും നിങ്ങളുടെ മുഖത്തെ സന്തോഷവും നിങ്ങളുടെ സ്നേഹവാത്സല്യവും എല്ലാം കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയാത്ത ഞാൻ വികാരനായിരിക്കുകയാണ്. ഇവിടുത്തെ സെക്യൂരിറ്റിക്കാര് വളരെ സരസരമായി വളരെ ശ്രമമായി ശുശ്രൂഷകൾ ചെയ്യുന്നു. എന്നാൽ നിങ്ങളെ കാണുമ്പോൾ ഓരോരുത്തരുടെയും അടുത്തുള്ള മറ്റു മക്കളെ നിങ്ങൾ ഓരോരുത്തരെയും സ്പർശിച്ച് അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാം ഒത്തിരി പ്രോഗ്രാമുകളും തിരക്കുകളും സാധിക്കില്ല എന്ന് അറിയാം. എനിക്ക് ധരിക്കുവാനായി ഒരു സമ്മാനം തന്നു. അത് ഒരു ഐക്കണാണെന്ന് ഞാൻ യഥാർത്ഥമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വർണ്ണമൊന്നുമല്ല. സംബന്ധിച്ചിടത്തോളം എന്റെ വാത്സല്യങ്ങളായ നിങ്ങൾ എനിക്ക് സ്വർണ്ണത്തെക്കാളും നിങ്ങളാണ് മക്കളെ, നിങ്ങളെ ഞാൻ എന്റെ ഹൃദയത്തിന്റെ സ്നേഹം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. I know I've taken long time. I have taken a long time. There is so much in my heart I would like to talk to you about, but I know we are under constraint of time. At least something good that we have no other program tonight after this one. So many will not tell me, next program 10 minutes. We no other program tonight, but I will finish.
എനിക്ക് എന്റെ ഹൃദയത്തിൽ കാര്യങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കറിയാം സമയം ഇപ്പോൾ തന്നെ വൈകിയിരിക്കുന്നു. എന്നാൽ മറ്റു ദിവസങ്ങളെക്കാൾ വ്യത്യസ്തമായി എല്ലാ ദിവസവും എപ്പോഴും എന്റെ കൂടെ ഈ വാർത്തയ്ക്ക് യാത്ര ചെയ്യുന്ന ബാബാതിന് വേണ്ടി പറയും കഴിയുമ്പോൾ നമുക്ക് പോകണം, അടുത്ത സ്ഥലത്തേക്ക് പോകണം. എന്നാൽ ഇന്ന് ഇത് കഴിഞ്ഞ് എങ്ങോട്ട് പോകണമെന്ന് പറയാൻ ാണ് ഞാൻ സമയമെടുത്തത്. എന്നാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കുകയില്ല. I would like to conclude by giving thanks to our God Almighty for giving us this opportunity to be together on this very special day in the life of our church in Malankara, that is the Perenar of Mor Ignatios Elias Tlithoyo Qadisho. May the Lord God bless you and keep you from every harm. And I would like also to extend my deep appreciation and gratitude to my dear beloved Catholicos Baba Termeni for his tireless efforts in organizing this trip and accompanying me everywhere we go. Sometimes it makes me feel that I'm older than him. Because he shows strength and he forces himself to do things. Even when he cannot, he has pain, he doesn't show it. He wants to make sure that I don't feel his pain, but I know many times he has pain. And I begged him several times to stay home, not to come to every single function, maybe once, twice a day, but he refuses. He is before me in the car waiting for me. So I would like to thank him, ask the Lord to bless him with long and healthy life, and to always strengthen him to continue his ministry at the head of our church as the local head of this beloved church in Malankara. നമ്മുടെ ഈ അപ്പോസ്തോലിക സന്ദർശനം ഓർത്ത് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ വാർത്തയിലും മനോഹരമായ അപ്പോസ്തോലിക സന്ദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം കൊടുത്ത ശ്രേഷ്ഠഭാവാതിരിയോടുള്ളതായ നന്ദി സന്ദർശനം രേഖപ്പെടുത്തുകയാണ്. പലപ്പോഴും ഓരോ സ്ഥലത്തും കൂടെ എന്റെ യാത്ര അനുഗമിക്കുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നേക്കാൾ ചെറുപ്പമാണ് എന്നുള്ളത്. അദ്ദേഹം ചുറുചുറുക്കും അദ്ദേഹത്തിന്റെ ഉത്സാഹവും കാണും. ഞാനാണ് അദ്ദേഹത്തെ പ്രായം കൂടിയത് എന്ന് തോന്നാറുള്ളത് എനിക്കറിയാം. സന്തോഷിപ്പിക്കുവാൻ, എനിക്ക് പ്രചോദനം നൽകുവാൻ അദ്ദേഹം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും കൂടെ വന്ന് അനുഗ്രഹിച്ചതെല്ലാം ചെയ്തോർത്ത് ശ്രേഷ്ഠഭാവായോടുള്ളതായി നന്ദി അറിയിക്കുകയാണ്. I would like also to thank the Chief Minister of Kerala, Mr. Oommen Chandy, for being with us several times during this visit and for treating us as state guests with all that entails, with the security and transportation and everything. And I would like to thank him for his personal approach to this visit and for being with us tonight here on this podium. He had to go early because there is a situation that an accident happened to one of the trains coming to Kerala from Bangalore, and some people passed away and others are injured, and he had to rush and to go to Trivandrum to take care of the situation. While I thank him and ask the Lord to bless him and his family, I also offer our condolences on behalf of the entire church to the families of the people who were killed by this incident, and offer our praise for the speedy recovery of those who are injured. എന്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റിനോട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എയർപോർട്ടിൽ ഞാൻ വന്നിറങ്ങിയ സമയം സ്വീകരിക്കുവാനായി എത്തിച്ചേർന്നു. സ്ഥലങ്ങളിൽ അദ്ദേഹം ഞാൻ പങ്കെടുത്ത പരിപാടികൾ അദ്ദേഹം സംബന്ധിച്ചു. എന്റെ യാത്രയിൽ എല്ലാ ക്രമീകരണങ്ങളും അനുഗ്രഹമാക്കി തീർക്കുവാൻ ഗവൺമെന്റ് എല്ലാ സംവിധാന സഹായങ്ങളും തന്ന് സ്വീകരിച്ച് എന്നെ സ്വീകരിച്ച് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത ശ്രീമാൻ ഉമ്മൻചാണ്ടിയോടും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയോടും കേരള ഈ സംസ്ഥാനത്ത് ഭരണകൂടത്തോടുമായ കൈതവുമായി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് പെട്ടെന്ന് പോകേണ്ടി വന്നത് ഒരു മരണപ്പെട്ടു എന്നതായ ഒരു കാരണമാണ് അവിടേക്ക് പോകേണ്ടതുകൊണ്ടാണ്.
സഭയുടെ എല്ലാവരുടെയും വേദനയും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ശ്രീമാൻ ഉമ്മൻചാണ്ടിയോടും കേരള സംസ്ഥാന ഭരണകൂടത്തോടുമുള്ളതായ നന്ദിയും പാടും അറിയിക്കുന്നു. And at this time, I would like to thank also the administration of this beloved Manika Radeira, my beloved brother in Christ, Marthanasius Givargis, the Rabbachin Mary, and all priests and the staff who are at the Deiro here for taking care. Yes, for taking care of everything together with the committee members. With the committee members who have been here, and especially our beloved minister and MLA, Mr. Kuribula, Tio Kuribula, who is a very devoted and faithful member of the church. And of course the other committee members who are here. I hope they will be introduced to us later one by one to thank them personally. Tomorrow morning that will happen. Yes. And I would like to thank all of you, the beloved children who walked miles and miles, days and nights. I saw you at least twice or three times pass by your convoy, by your pilgrim routes, seeing many of you walking in the middle of the day with the hot weather, and some of you stopping to have a glass of water, and others on the buses. And I was touched, greatly touched by you, by your faith, by your dedication. I tried a few years ago to do this pilgrimage. I came here and I asked that my visit be private. I was the Bishop in the United States. And I came and I started walking the first day. I walked for 3-4 hours. Then I got a phone call from America. One of our senior priests in the diocese passed away. I had to fly back and go and attend and do this, the funeral service for that priest, and I was not able to continue that pilgrimage. After that, I didn't have the chance, and now I don't think I will ever have the chance to walk with you on the street and come and do the pilgrimage for myself. But please do it also for me. Pray for me while you are doing it and coming to the tomb. Then remember me in your prayers also. I thank you for your faithfulness. I thank you for your devotion, and may God respond to your prayers and give you the good things that you are asking of him. ഇത്രയും മനോഹരമായി ഇന്ന് പെരുന്നാളിന്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത പിതാവായ ഗീവർഗീസ് മാറാനാസിയോസ് തിരുമേനിയോടും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളോടും സഭയുടെ അഭിമാനമായ കമാൻഡർ കുരുവിള വളരെ സമർപ്പണത്തോടും വളരെ കാര്യക്ഷമതയോടുകൂടെ ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശ്രീമാൻ കമാൻഡർ കുരുവിളയോടും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ യോട് ചേർന്ന എല്ലാ വാത്സല്യത്തോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഉപരിയായി അനേക മൈലുകൾ നടന്ന് കാൽനടയായി ഈ തീർത്ഥയാത്രയിൽ പങ്കുചേർന്ന് ഇവിടെ വന്ന വാത്സല്യമായവരോടാണ് ഏറ്റവും നന്ദി പറയുന്നത്. ഞാൻ യാത്രയിൽ 2-3 സ്ഥലങ്ങളിൽ നിങ്ങളെ കണ്ടുമുട്ടി. വെള്ളം കുടിക്കുവാനായി ചില സ്ഥലങ്ങളിൽ നിന്ന് കണ്ടു. ഇതുപോലെ ഒരുമിച്ച് നടക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ഒരിക്കൽ ഇവിടെ വരികയും ഏതാണ്ട് 4 മണിക്കൂറോളം ഞാൻ ഈ മഞ്ഞിക്കര ഈ പുണ്യസ്ഥലത്തേക്ക് തീർത്ഥയാത്രയായി വരികയും ചെയ്തപ്പോൾ അമേരിക്കയിൽ ഒരു അച്ഛൻ മരിച്ചു എന്നുള്ളത് അറിയിച്ചതുകൊണ്ട് ആ ഫ്യൂണറലിന് വേണ്ടി മടങ്ങി പോകേണ്ടി വന്നു. ഇപ്പോൾ ഈ വഴിയോടെ ഇന്ന് ഇപ്പോൾ നടന്നു വരാൻ സാധിക്കാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഞാനുങ്ങളുടെ കൂടെ ഈ നടന്നുണ്ടാകും. പക്ഷേ ഞാൻ നടന്നില്ലെങ്കിലും എന്റെ വാത്സല്യം നടക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ വിശ്വത്തിന്റെ അനുഗ്രഹങ്ങൾ അവിടെ വാങ്ങി തരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ചേർത്ത് എന്നുള്ളതോട് ഈ സന്ദർഭത്തിൽ നാം അപേക്ഷിക്കുകയാണ്. Once again, on behalf of my dear brothers, the Metropolitans who are accompanying me on this visit, and the entire delegation,
I would like to thank everyone who worked hard to make this pilgrimage what it is, a great spiritual success. And of course, my visit will continue for a few more days, and then I will have the chance to thank those who are arranging the visit. But at this time, I would like also, on behalf of all of you and all of us here, to thank also our Kuchu Turmeni, Mor Gregorios, Joseph, the convener of this apostolic visit and also this pilgrimage. May God bless him with long life, and there's still much more work required of him, and he's ready for that. And I know he's with Bawa Turmeni almost every day, helping to serve the church. May God bless him, bless all of you, and may the blessings of the eternal, holy, and created Trinity, Abo, Wabro, Ruhu Qadisho, Tewe Amkhun, L'Olam Ulmin, Amin. ഈ അപ്പോസ്തോലിക സന്ദർശനത്തിന്റെ ജനറൽ കൺവീനറായിരുന്ന് എല്ലാ കാര്യങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ക്രമീകരിക്കുന്ന വിശുദ്ധ എപ്പിസ്കോപ്പൽ സെക്രട്ടറി എന്ന് വിളിക്കുന്ന അകമഴിഞ്ഞതായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹം ശ്രേഷ്ഠഭാവത്തോടുകൂടി പരിശുദ്ധസഭയ്ക്ക് ഇവിടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നതായ ശുശ്രൂഷകൾ വളരെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് ശക്തിയും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഓർക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നമ്മളോടൊപ്പം വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ഇന്നത്തെ സുസ്ഥിതിക്ക് ദൈവമെടുത്ത യാക്കോബ് ബ്രദാനോ കാതോലിക്കോസ് and Metropolitan Jacobite Syrian Christian Church കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ 8 മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം പറയും. അപ്പം അതുകൊണ്ട് എല്ലാവരും അവിടെ ഇരിക്കണം, എഴുന്നേറ്റവരവിടെ ഇരിക്കണം. നല്ല മക്കളല്ലേ, അനുസരണമുള്ളവരല്ലേ, ഇടയ്ക്കൂടെ എഴുന്നേറ്റ് നടക്കരുത്. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 6:44 നിങ്ങളെ കേൾപ്പിക്കട്ടെ. വൃക്ഷത്തെ അറിയുന്നത് ഫലം കൊണ്ടാണ്. വൃക്ഷത്തെ അറിയുന്നത് ഫലം കൊണ്ടാണ്. മഹാപുരുഷനായ കുറിച്ച് ഏതോ ചില മാസികകളിൽ എഴുതി പരിശുദ്ധ പിതാവിന്റെ ചെവിയിൽ അത് എത്തി. ജീവിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് ചുറ്റി തിരിഞ്ഞു വന്നയാളാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ആളെ അയച്ച ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാവില്ല. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്നുണ്ട്. നമുക്കറിയാം അദ്ദേഹം പരിശുദ്ധനായിരുന്നുവെന്ന്. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ നടത്തി എന്ന് നമുക്കറിയാം. നീതോരും ശത്രുക്കൾ പ്രവചിക്കുവാൻ
വേറെ ആരെയും ദൈവം തിരഞ്ഞെടുത്തില്ലല്ലോ, പരിശുദ്ധ പിതാവാണല്ലോ അത് അറിയിച്ചത്. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് എഴുന്നള്ളി വന്നതുകൊണ്ട് രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. ഞാൻ എത്ര ആവശ്യമുണ്ട് പറഞ്ഞു. 18-ാം വയസ്സിൽ എല്ലിയമായ മനുഷ്യനെ ഒരു സ്വാഭാവിക മരണത്തിന് വിധേയനാക്കണമേ എന്ന് അദ്ദേഹത്തിന്റെ നടുവിലത്തെ സഹോദരി ഏലമ്മയും നേരെ സഹോദരൻ ഗുരുവിളയും പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞു. മരിക്കുന്നത് നോക്കി കൈ ഈ മെലിഞ്ഞ ശരീരത്തിൽ വെച്ചുകൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയി. മരിക്കാൻ നേരത്തെ ഒരു പിടപ്പും ബഹളമൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് അവർ വിചാരിച്ചു തള്ള. പക്ഷേ ഒരു വെളിച്ചം കണ്ടു. ഒരിക്കൽ കണ്ട് പുറത്ത് നിന്നപ്പനെ അറിയിച്ചു, പ്രാർത്ഥിച്ച് കിടക്കാൻ പറഞ്ഞു. രണ്ടാമതും കണ്ടു, മൂന്നാമതും കണ്ടപ്പോൾ ആ പ്രകാശത്തിൽ നിൽക്കുന്നു. അതിന്റെ പിന്നിൽ ഒരാൾ നിൽക്കുന്നു. ഈ തള്ളയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. 1932 മലയക്കുരിശിൽ വന്ന് കണ്ടിട്ടുണ്ട്. അവനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ മലയക്കുരിശിൽ അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ കൊണ്ടുപോയി വഴിപാട് വെച്ച് രാത്രിയെല്ലാം എന്നെ ബോധം കെട്ടയാളായി ലോകം കണ്ടില്ല. കാണിച്ചു. പരിശുദ്ധനാകുന്നു ഇഗ്നാത്യോസ് എലിയാസ്ത്രീ. കാര്യം സന്ദർശിച്ചത് നന്നായില്ല എന്ന് ഒരു കോടതിയും അദ്ദേഹത്തിനെതിരായി പറഞ്ഞിട്ടില്ലല്ലോ. 2008 കാലം ചെയ്ത പരിശുദ്ധ പാത്രികീസ് ബാവ വന്നപ്പോൾ മൂവാറ്റുപുഴ അടുത്തുള്ള ഒരാള് കോടതിയിൽ എഴുതി കൊടുത്തു, ഈ പള്ളികളിലൊക്കെ ഇങ്ങനെ കയറി പ്രാർത്ഥിക്കാൻ അനുവദിക്കരുത്. കോടതി ആ പെറ്റീഷൻ വാങ്ങിച്ചിട്ട് വായിച്ചു നോക്കിയിട്ട് അന്ന് തന്നെ ഓർഡർ ഇട്ടു. ബാബാ ഭഗവാൻ പിന്നെ 3 ദിവസമേ ഉള്ളൂ. ഓർഡർ ഇട്ടു. എന്തെന്നാ, അദ്ദേഹം മനുഷ്യനാണ്, പ്രാർത്ഥിച്ചിട്ട് വയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. ആ വിഷയം അവിടെ അവസാനിച്ചു. അതുപോലെ മറ്റെവിടെയെങ്കിലും ആരെങ്കിലും പോലെ കണ്ടിട്ടുണ്ടോ? ജനം തിരിക്കുകയാണ്, കുഞ്ഞുങ്ങളെ മറന്നുപോവുകയാണ്, മുഖ്യമന്ത്രി അത് സൂചിപ്പിച്ചു. സമയം മുതൽ അവന്റെ പിന്നാലെ ഞാൻ എത്ര മിനിറ്റാ പറഞ്ഞത്? 8 മിനിറ്റാ പറഞ്ഞു. 6 മിനിറ്റായി. എത്ര കഷ്ടമാണ് പറയാൻ ലജ്ജയില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുകയാണ്. ജീവിക്കുന്ന 99% ആളുകളും വിശ്വസിക്കുന്നവരാണ്. അവരെ ചെയ്യണം, അവരെ മനുഷ്യർക്കാർക്കെങ്കിലും സാധിക്കുമോ? എന്ത് വൃത്തികേടാ ഇങ്ങനെയൊക്കെ പറയും. അയ്യോ, സ്ഥലത്ത് ഇനി 2 മിനിറ്റോടെ ഉണ്ട്. മാതൃഭൂമിയിലുണ്ടായിരുന്നു 7 കൊല്ലം മുമ്പ് വിവാഹം നടക്കുന്നത് തർക്കമായി, ബഹളമായി, അടി വീഴുമെന്നുള്ള നിലയിലായപ്പോ അവിടെ നോക്കി ഓടി വന്ന് പറഞ്ഞു, ബഹളം ഉണ്ടാക്കണ്ട, ഞാനിതിന്
പരിഹാരം ഉണ്ടാക്കാമെന്ന്. പരിഹാരം ഉണ്ടാക്കിയത് മാതൃഭൂമിയിൽ എഴുതിയിരുന്നു. പെണ്ണ് ഇനി ഞാൻ പറഞ്ഞ വല്ല തെറിയായി പോകുക. അതുപോലെ ഞാൻ ഇനി ആരെയും ആക്ഷേപിക്കില്ല. പരിശുദ്ധ പിതാവ് എന്നോട് ക്ഷമിക്കണം. ഇനി പലതും പറയും. സ്വീകരിച്ചിട്ട് അത് ഉപേക്ഷിച്ച് പോയതാണോ പരിശുദ്ധമാണോ ശരി? സത്യം ചെയ്ത് വിശ്വാസം സ്വീകരിച്ചു പോയില്ല. നമ്മുടെ കൂടെ നിന്നു. അപ്പോ 7:30 ഇനി 1/2 മിനിറ്റേ ഉള്ളൂ. ഇനിയൊന്നും പറയുന്നില്ല. ഒരു അപേക്ഷ. അദ്ദേഹം രാവും പകലിങ്ങനെ കഷ്ടപ്പെടുകയല്ലേ. അദ്ദേഹത്തോടൊരു അപേക്ഷ. നാളെ പരിശുദ്ധ പിതാവിനെ ഇവിടുത്തെ പരിപാടികൾ തീർത്ത് പുത്തൻകുരിശിലേക്ക് കൊണ്ടുവരണം. ഞാൻ രാത്രി സുഖമില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഞാൻ മടങ്ങിപ്പോയേക്കും. മടങ്ങിപ്പോയില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാകും. എല്ലാ പരിപാടികളും എരുമേന് കഷ്ടപ്പെട്ട് ചെയ്യുകയാണ്. കൺവീനറാണ്. പകലും ഓടി ഓടി അദ്ദേഹം ക്ഷീണനായി. പക്ഷേ പരിമല തിരുമേനിയുടെ നല്ല കാരണമല്ലേ, അതിൻ്റെതായ ഓജസ്സും തേജസ്സും ആത്മീയ ശക്തിയും അദ്ദേഹത്തിനുണ്ട്. ഇവിടുത്തെ പിതാവായ അത്താനാസ്യോസ് തിരുമേനിയെ നന്ദിയോട് ഓർക്കുന്നു. നാളെ മലയൻകുരിശ് പള്ളിയുടെ വിശുദ്ധ മൂറോൻ അഭിഷേകമാണ്. അപ്പം അവിടെ എങ്ങനെയായാലും ഞാൻ ഉണ്ടായേ മതിയാവും. ഇതെല്ലാം കരുതി ചിലപ്പോൾ രാത്രി പോയെന്ന് വരാം. പിന്നെ തിരുമേനി കുരുളാനോടൊക്കെ ഒരുപാട് നല്ല വാക്കൊക്കെ പറഞ്ഞു. കുരുളാന് ഉള്ളിടത്തോളം ഭൂമി യാക്കോബായിക്കാരില്ല, ആർക്കുമില്ല. ഞാൻ പല മഹാന്മാരുടെ യാത്ര ചെയ്തപ്പോൾ ചോദിച്ചെടുത്തല്ല കുരുളാൻ്റെയാണെന്ന് ഇങ്ങനെ പറയാം. സഭയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തയോട് ഓടുകയാണ്. സഭയിൽ ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ ഒരു മഹാനായ മനുഷ്യനാണ്. രാഷ്ട്രീയ വിഭാഗത്തിലെ പല മഹാന്മാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരോടൊക്കെ ഒരുപാട് ആൻ്റണി എന്ന് പറയുന്ന എന്തൊരു മഹാമനുഷ്യനാണ് ഇദ്ദേഹം. ശിവദാസൻ MLA നമ്മൾ എന്തെല്ലാം എല്ലാവരും നമ്മൾ ഉപേക്ഷിച്ച പല സമയത്തും അദ്ദേഹം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ദൈവം ഞങ്ങളെ വെറുത്തില്ല, ഉപേക്ഷിച്ചില്ല. 1900 1 മിനിറ്റ് കൂടുതൽ എടുക്കുക, 1 മിനിറ്റ് എടുക്കില്ല, 1/2 മിനിറ്റ്. 1970 ഏതോ മാസം മറന്നുപോയി. മറുഭാഗക്കാർ കേരളത്തിലെങ്ങും ഈ കരിമരുന്ന് കിട്ടാഞ്ഞിട്ട് മദ്രാസിലൊക്കെ പോയി വാങ്ങിക്കൊണ്ടുവന്നില്ലേ. അത് അവരുടെ കൂട്ടത്തിലുള്ള ഈ അത്താനാസ്യോസ് മെത്രാച്ചൻ്റെ കൂട്ടുകാരനാണ്. നമ്മുടെ സഭയെ ഉപേക്ഷിച്ച് പോയ ആളാണ്. അദ്ദേഹം ഒരു വാർത്ത കൊടുത്തു. 8-ാം തീയതി സുപ്രീം കോടതി വരുമ്പോൾ ായിരിക്കും എന്ന് പത്രത്തിൽ കൊടുത്തു. അവർക്ക് നിലവിളിക്കാനല്ലേ അറിയാവുള്ളൂ. ഇന്ന് ഞങ്ങൾ തിരുമേനി പരിശുദ്ധ കബറിങ്കൽ കൂടി ഞാൻ പുറകിൽ മടക്കിയിട്ടിരിക്കുക. വെള്ളം കുടിക്കണം. ഞാനൊന്നും നോക്കി എനിക്കറിയാൻ സമയം. നമസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞോ ജഡ്ജിയുടെ അപ്പം മരിച്ചുപോയി, അതുകൊണ്ട് കേസ് മാറ്റി. ആള് എന്നോട് പറയാ, നിങ്ങൾ പ്രാർത്ഥിച്ച ജഡ്ജിയുടെ അപ്പനെ കൊന്നില്ലെന്ന്.
ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തില്ല മക്കളെ. ഒരു ജഡ്ജിമാരും ദൈവത്തോട് പ്രാർത്ഥിക്കും. ഒരു ദോഷമില്ല, നമുക്കും വന്നില്ല. ഞാൻ അവിടെ പോയി പിന്നെ എന്നാ മതി റീത്ത് എന്ന് പറഞ്ഞ ഒരു സമുദായമല്ല അല്ല, അപ്പോൾ റീത്തൊക്കെ വെച്ചു. നിർത്തട്ടെ, ഒരുപാട് നന്ദി. ഇത് ഓർഗനൈസ് ചെയ്യുന്ന ബഹുമാനപ്പെട്ടവർ വൈദികരുണ്ട്, അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. നാളത്തെ എല്ലാ പരിപാടികളും അനുഗ്രഹമായി തീരട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കരുത്. കയ്യിലുള്ളതിൽ ഏറ്റവും വലുത് ഇപ്പം 1000 കൂടിയ നോട്ടില്ല. അപ്പോൾ അതോ 500 ഇട്ട് നിറച്ച് ഇവിടുത്തെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളുടെയും നിങ്ങൾ പുറപ്പെട്ടു പോകുന്ന ഭവനങ്ങളെയും അനുഗ്രഹിക്കട്ടെ. യാത്രയിൽ കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധ പിതാവിൻ്റെ പരിപാടി ഇനിയുള്ളത് പത്രത്തിൽ കാണും. ദൈവം അനുഗ്രഹിക്കും. Now His Eminence Metropolitan Gregorios Joseph, Secretary of the Regional Holy Episcopal Synod in India, will decorate Kumari Nudhu Tomi with St. Elias Gold Medal for first rank in the MJSSA 10th Standard Examination. Nidhu Tony. MJSSAയിൽ 10ാം ക്ലാസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ കുമാരി ടോണിയെ തിരുവനന്തപുരത്തുകൊണ്ട് ഗോൾഡ് മെഡൽ അണിയിക്കുന്നു. His Eminence Metropolitan